നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ മിക്ക വ്യൂസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ട്രേഡിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ലൈവിലേക്ക് പോകാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഐ ബട്ടണിൽ ഞാനൊരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞു വരും, നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പബ്ലിക് ടെലഗ്രാം ചാനൽ 1.5 വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. ലൈവ് വീഡിയോ കുറച്ച് കാണാനൊന്ന് ശ്രമിക്കുക. ഒറ്റ ദിവസം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പഠിച്ച് ട്രേഡർ ആവാം എന്നുള്ള ആൾക്കാർ മെജോറിറ്റി കോൺടാക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഞാൻ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കും എന്ന് പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് ആ വിശ്വാസം സാക്ഷാത്കരിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തായാലും പോസിബിലിറ്റീസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. എനിവേ, ഇതൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൺസോൾട്ടേഷൻ, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെജോറിറ്റി ഞാനിത് യൂസ് ചെയ്യുന്നത്. അത് നിഫ്റ്റിയിൽ മാത്രമല്ല, F&O, ഫോറക്സ്, കൊമോഡിറ്റി ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എൻട്രി എക്സിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനൊരിക്കലും ട്രേഡിംഗ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. 1.5 വർഷത്തിന് മേലായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള വ്യൂസാണ്. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ലൈവിലേക്ക് പോയി. ഇപ്പോൾ തന്നെ സമയം 9:06. ഇപ്പോൾ ഇന്നലത്തെ വ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്ന കാരണം, ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്ന കാരണം ഞാൻ ഇന്നലെ അത് വ്യൂ പോസ്റ്റ് ചെയ്തിട്ടില്ല. എനിവേ, നമുക്ക് ലൈവിലേക്ക് പോവാം. ഇന്ന് ന്യൂട്രൽ ഓപ്പൺ ആവാം ചാൻസ് ഉണ്ട്. സമയം 9:08 ആയിട്ടുണ്ട്. മാർക്കറ്റ് 3.30 മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് എന്തായാലും ഈ മാസം ഒരുവിധം നല്ല പ്രോഫിറ്റബിൾ മന്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 30, നാളെ 31. അപ്പോൾ 2 ദിവസം കൂടെ ഉള്ളു. അപ്പോൾ ഇന്ന് ഒരു ലോങ് റൈഡിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതായത് നിൽക്കുന്ന ഈ ഒരു 24,800 മാർക്കറ്റ് ഇപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണ്. 50 മിനിറ്റ്സിൽ RSI ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ ഈ ക്രോസ് ഓവറിൽ എൻട്രി എടുക്കുക, അതായത് ശരിക്കും എത്ര മണിയാണ്, 2:15 ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഹോൾഡ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ 25,100. അപ്പം അതിൽ നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഏരിയയാണ് 25,100. അപ്പോൾ ഇന്ന് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പോകുമെന്നുള്ള കാര്യത്തിലാണ് നമ്മൾ അപ്പോൾ ഒരു ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് എപ്പോഴാണ് ഡൗണിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ 24,775 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് വരുള്ളൂ. ആ ഡൗണ് എവിടം വരെയൊക്കെ വരാം, 24,646 വരെ ആ ഡൗണ് വരാം. പക്ഷെ അതിന് മുമ്പ് ഒരു റെസിസ്റ്റൻ്റ് ഏരിയ കൂടെ ഉണ്ട്, ഒരു ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ ഉണ്ട്. അത് ഏകദേശം അപ്പോൾ അവിടെ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് അങ്ങോട്ടായിരിക്കും. നമ്മൾ എപ്പോൾ എൻട്രി എടുത്താലും ഒരു 10-21 പോയിൻ്റാണ് നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 21 പോയിൻ്റ് കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് അങ്ങ് ഇട്ടേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഈ ന്യൂട്രൽ ഓപ്പൺ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും മെജോറിറ്റി കൺസോൾട്ടേഷൻ സോൺ തന്നെയാണ്. അപ്പോൾ എപ്പോൾ എൻട്രി എടുത്താലും നമ്മൾ അത് എന്താ പറയണ്ടത്, അത് കോസ്റ്റ് ടു കോസ്റ്റിലേക്കൊക്കെ ഇട്ട് വെക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ 20 ട്രേഡ് ഒരു ദിവസം ചെയ്താലും 20 ട്രേഡിൽ മാക്സിമം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാൽ പോലും ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ക്ലിക്ക് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് 24,818 ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് ചെറിയൊരു ഡംപ്, ആദ്യത്തെ ഡംപ് 24,775. അവിടെ നിന്നൊരു ഡംപ് വന്നാൽ 24,733. അവിടെ നിന്നൊരു ഡംപ് വന്നാൽ 24,646. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഒരു കൺസോൾട്ടേഷൻ വരും. എന്തായാലും 24,876 ഒരു 2-3 ക്യാൻഡിലെങ്കിലും കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് എന്തായാലും മുകളിലോട്ട് ആവണം, കാരണം ഈ SMA ടച്ച് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ നിന്നും മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഏരിയ 24,933. അവിടെ നിന്നൊരു മൂവ് നല്ല രീതിയിൽ, അത് ചിലപ്പോൾ 12 മണിയോടുകൂടിയോ 11:30 ശേഷമൊക്കെ കിട്ടുവാണെങ്കിൽ തന്നെ
24,100 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ആ ഒരു ചാൻസ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യണം. 9:10 ആയിട്ടുള്ളൂ, തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. നാച്ചുറൽ ഗ്യാസൊക്കെയാണ് കിടക്കണേ. ഇന്നലെ നാച്ചുറൽ ഗ്യാസിൻ്റെ ഫ്യൂച്ചേഴ്സ് ഓഗസ്റ്റ്. അപ്പോൾ നമുക്ക് സിയിൽ സെലക്ട് ചെയ്യാനായിട്ട് 24,800. അപ്പോൾ അതിനിടക്ക് നമുക്ക് നല്ല സ്ട്രൈക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യണം. എന്തായാലും സമയമുണ്ട്, 9:11 ആയിട്ടുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഒരു ഡൗൺ വന്നാൽ നല്ല രീതിയിൽ വരാനുള്ള ഒരു ഏരിയ 24,800. 24,800ൻ്റെ സി നോക്കാം. പി നമുക്ക് നോക്കാനുള്ളത് 25,000 പി എവിടെ? 25,000 പി. 25,100 ആണെങ്കിൽ നല്ല വില വരും. വേണ്ട, നമുക്ക് 25,000 പി തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ ചെറിയൊരു ഗ്യാപ്പപ്പാണ്. സിയിൽ ഒരു ഭാഗത്തേക്ക് മുട്ടാനുണ്ടായിരുന്നു, അത് നമ്മൾ മുട്ടിയിട്ടില്ല. നമ്മൾ ആദ്യത്തെ ഒരു 135 നിന്ന് 148 വരെ എടുത്തിട്ടുള്ളൂ. അത് ശരിക്കും നമ്മൾ 172 വരെ പോകാൻ പ്രതീക്ഷിച്ചൊരു ഏരിയയാണ്. ഇന്നലെ വൈകിട്ടത്തെ 3 മണിക്ക് മിച്ചം വെച്ചതിൽ നിന്ന് നമുക്ക് ഇന്ന് തുടങ്ങാം. 2 സ്ട്രൈക്കും ഇന്നലെ മിച്ചം വെച്ചത് തന്നെയാണ് നിലവിൽ കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 9:12 ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ സി നിൽക്കുന്നത് 148ലാണ്. 140 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഫാളാവത്തുള്ളൂ. അവിടെ ഞാനൊരു ട്രെൻഡ് ലൈനും കൂടെ വരച്ചിടുന്നുണ്ട്. കാരണം ഒരു ബ്രേക്കൗട്ട് കിട്ടിയാലും സപ്പോർട്ട് എടുക്കാനായിട്ടുള്ളൊരു ഏരിയ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവും. നിഫ്റ്റി 24,842. പിന്നെ പി നിൽക്കുന്നത് ഇപ്പോൾ ഓപ്പൺ ആവും മാർക്കറ്റ് 187. അപ്പോൾ ചെറിയ അപ്പോട് കൂടി മാർക്കറ്റ് മൂവ് ചെയ്താൽ 175 വരെ ഒരു കൺസോൾട്ടേഷൻ സോണിലേക്ക് പോകണം. 175, 179 ലെവലിലേക്ക്. അപ്പോൾ ഇത് സപ്പോർട്ട് എടുക്കാനായിട്ട് പി എവിടം വരെ വരണം? ഇപ്പോൾ ഒരു സപ്പോർട്ട്, ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. അത് പിന്നെ റീടെസ്റ്റ് അടിച്ചിട്ടേ ഡൗണിലേക്ക് വരുള്ളൂ. അപ്പോൾ പി സപ്പോർട്ട് എടുക്കാൻ വരണമെങ്കിലും അത് 171 അല്ലെങ്കിൽ ഓക്കെ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിലും മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈനിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. RSI പിയിലേക്കാണ് മൂവ് ചെയ്യണത്. 240 240 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 248 ഇത്തിരി ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റാണ്. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ, അതായത് ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയുന്നത് 243.55 ആണ്. അപ്പോൾ 240 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 243 ഒരു വിക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റ് ഓൾമോസ്റ്റ് ഇട്ട് വെക്കണം. RSI ക്രോസ് ഓവർ പിയിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും, മറ്റേത് 140 ഇപ്പുറത്ത് 240. ആ വ്യത്യാസമുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഈ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിച്ചാൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാണ് മൂവ്മെൻറ്റ് കൂടുതൽ കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലായിട്ട് ഉള്ളത് തന്നെ. 213, 25,000 പി. $140 മുകളിലോട്ട് ബ്രേക്ക് ചെയ്താലാണ് സിക്ക് എന്തായാലും മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. SMA ടച്ച് ചെയ്യണം. നേരത്തെ SMA എന്തായാലും ടച്ച് ചെയ്യും. ഇന്ന് വലിയ ഡെപ്തോ കാര്യങ്ങളൊന്നുമില്ല. ഈ SMA ടച്ച് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ SMA ഇപ്പോൾ ട്രെൻഡ് ലൈൻ, നമ്മൾ വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈന് മുകളിലാണ് ക്യാൻഡിൽ നിൽക്കുന്നത്. അത് ആ ട്രെൻഡ് ലൈന് താഴത്തോട്ട് വരരുത്. അതായത് 125 താഴത്തോട്ട് വരാതിരുന്നാൽ മാർക്കറ്റ് 140 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. 145 വരെ മാർക്കറ്റ് പോകും. SMA ടച്ച് ചെയ്യണം.
140 ബ്രേക്ക് ചെയ്താൽ 140 വരെ 139 പോയിന്റ് സംതിങ്, 140, 145. റൈറ്റ് സൈഡിൽ പിയിൽ SMA ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈനിലാണ് മാർക്കറ്റ് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 140 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഞാൻ 140 ബ്രേക്ക് ചെയ്താൽ അടുത്തത് 143ലേക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ബ്ലൂ ലൈനിൽ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ഇവിടെ നിന്ന് റിജക്ഷൻ ആയത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് 140 ആണ്. ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അത് എത്ര പേർക്ക് അത് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. എനിവേ അവിടെ ക്വിക്കായിട്ടുള്ള സ്കാൽപ്പിംഗ് ആണ് എൻട്രി, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ, അല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡർ. അപ്പോൾ ഇതൊന്നും ഒരു ഗ്രീനായിട്ടൊന്നും എന്തായാലും നമ്മൾ പരിഗണിക്കേണ്ട. അതിൻ്റെ മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഒരു 225 ബ്രേക്ക് ചെയ്താൽ ഒരു 230ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് മാത്രമേ കിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കേസ് ഇപ്പുറത്തെ SMA മുട്ടിയിട്ടില്ല, ഇവിടെ മാത്രമേ മുട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഒരു കറക്ഷനും കൂടെയൊക്കെ എന്തായാലും ഉണ്ടാവും. അതിന് ശേഷമായിരിക്കും മാർക്കറ്റിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. ഫസ്റ്റ് ടൈം 140ലേക്ക് റെസിസ്റ്റ് ചെയ്താണ്. 25, 30, 40, 15 പോയിന്റ് വേണ്ട, 15 പോയിന്റ് വേണ്ട. അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ടൊരു 10 പോയിന്റ് ഒപ്പിക്കാം. അതും വേണ്ട, നമുക്കൊരു 5 പോയിൻ്റൊക്കെ അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടാണ്. അപ്പോൾ ഈ ഗ്രീനൊന്നും അത്ര വലിയൊരു ഗ്രീനായിട്ടൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ചെന്തായാലും ആ റെസ്പെക്റ്റിന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി മാർക്കറ്റ് 144 എന്തായാലും ടച്ച് ചെയ്യണം. അത് രണ്ടാമത്തെ കേസ് മേളിലൊരു ഗ്യാപ്പും ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. 144 ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്രീനായെന്ന് പറഞ്ഞാൽ നമ്മളത് അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തെടുത്തോളം കാലവും, പിന്നെ നമ്മൾ ഈ പറഞ്ഞ 225 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യാനുള്ള കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്ത് തീർക്കണം. ആ ട്രെൻഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാനൊരു ട്രെൻഡ് ലൈൻ ആദ്യമേ, സാധാരണ നമ്മൾ രാവിലെ ട്രെൻഡ് ലൈൻ വരക്കാറില്ല, പക്ഷെ ഇന്ന് നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലാണ് ആദ്യത്തെ ക്യാൻഡിൽ ക്ലോസ് ആയത്. 137, 140 ബ്രേക്ക് ചെയ്താൽ 43 ആ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത്. നമ്മൾ 225 ബ്രേക്ക് ചെയ്താൽ മാത്രം പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി കമ്പനി 225 അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് കമ്പനിയും ചിന്തിക്കുന്നതെന്നല്ല. കമ്പനി എന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ചാർട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പം അത് നമ്മൾ കുറേ നാളായിട്ട് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത്, ഇപ്പം നമ്മൾ വരക്കുന്ന പല വരകളും നമ്മൾ വരച്ചതിന് ശേഷം അവിടെ കമ്പനി പോസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഓൾറെഡി 225 പറഞ്ഞതിന് ശേഷമാണ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് 225 വന്നത്. അപ്പോൾ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്ഥിരമായിട്ടൊരു മാർക്കറ്റ് കണ്ടുകൊണ്ടിരുന്നാൽ പ്ലെയിൻ ചാർട്ടിൽ വരെ നമുക്ക് ട്രേഡ് എടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് ഞാൻ പണ്ടൊരു കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇപ്പം ഇവിടെ വരച്ചില്ലെങ്കിലും ഇപ്പം എനിക്കൊരു പ്ലാനുണ്ട്, 225 ബ്രേക്ക് ചെയ്താൽ 230ലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടും എന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പം അത് എക്സ്പീരിയൻസിലൂടെ എടുക്കണം. അല്ലാണ്ട് ഒരു ദിവസം വന്നു 2 ദിവസം വന്നിട്ട് ട്രേഡ് എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ലോസാണ് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. നമ്മൾ എന്തായാലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് നമുക്കതിലൊരു ഇമ്പോർട്ടൻ്റ് കിട്ടത്തുള്ളൂ. 140 ബ്രേക്ക് ചെയ്താൽ 143, അതർവൈസ് ഇവിടെ ട്രെൻഡ് ലൈൻ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരു നല്ലൊരു സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ താഴത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം. 125 ബ്രേക്ക് ചെയ്ത് 120 കൂടെ ബ്രേക്ക് ചെയ്താൽ 114ലേക്ക് ഫാളാവും. അങ്ങനെ ഫാൾ ആവുകയാണെങ്കിൽ മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. 120 താഴത്തോട്ട് വന്നാൽ മാത്രം 114ലേക്ക് ഒരു മൂവ്മെൻറ്റ് വരും. ഇപ്പോൾ 142ലേക്കാണ് യെല്ലോ ലൈൻ വന്ന് നിൽക്കുന്നത് സിയിൽ. അതായത് പിയിൽ ഇപ്പോൾ ആ യെല്ലോ ലൈൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അതൊരു റിവേഴ്സ് സൈനാണ്, പോസിറ്റീവ് സൈനാണ്. അപ്പോൾ മിക്കവാറും പിയിൽ ഇപ്പോൾ ചെറിയൊരു ഡംപ് വരാൻ ചാൻസ് ഉണ്ട്. പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒരു തവണ കൂടി 200ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 140 നിന്ന് 142 വരെ ഒരു വിക്ക് സിയിലടിക്കും. ഇപ്പോൾ നോക്കിക്കോട്ടോ, പിയിൽ നമ്മുടെ ഉദ്ദേശം കറക്റ്റാണെങ്കിൽ പിയിലേക്ക് ഒരു വിക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് 200ലേക്ക് ഒരൊറ്റടി അടിക്കുമ്പോൾ CE ഒരൊറ്റടിക്കായിരിക്കും 242 ഇട്ട് പോണേ. ആ പിയുടെ വിക്ക് 200 താഴെ വരാനും പാടില്ല. കാരണം പ്രീവിയസ് ക്യാൻഡിൽ ഒരു റിവേഴ്സ് ക്യാൻഡിലാണ്.
ചെറിയ വിക്കേ വന്നുള്ളൂ. ഒന്ന് താഴത്തോട്ട് ചെറുതായിട്ടൊന്ന് താന്നതേ ഉള്ളൂ. അല്ലാതൊന്നും നമുക്കിപ്പോൾ ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല. 220 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അടുത്ത മൂവ്മെൻറ്റ് പിയിൽ എന്തായാലും ഉണ്ടാവുള്ളൂ. വെറുതെ ചാടി കയറി നമ്മൾ എൻട്രി എടുത്തിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ഇവിടെ സെൻട്രൽ പൊസിഷനിലാണ് സപ്പോർട്ട് എടുത്തിരിക്കണേ. അപ്പോൾ കുറച്ചും കൂടെ താഴത്തേക്ക് ഒരു 193ലേക്കോ 188ലേക്കോ ഒരു സഡൻ ഫാള് പിയിൽ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വെറുതെ ചാടി കയറി പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. സിയിൽ മഞ്ഞ ലൈൻ മുട്ടാതെ ഒരു മൂവ്മെൻ്റ് ഇല്ല. ഹൈ വോളിയാണെങ്കിൽ അത് 140 കൂടെ ബ്രേക്ക് ചെയ്താൽ 140 ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ വിക്ക് എത്രയാണ്, ഇതിൻ്റെ ലോ എത്രയാണ്, 148 വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. 220 ബ്രേക്ക് ചെയ്ത് ഒരു കാരണവശാലും പിയിൽ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും സിയിലെ മൂവ്മെൻറ്റ് കഴിയട്ടെ, അതുവരെ നമുക്ക് വീഡിയോ പോസ് ചെയ്യാം. 220 ബ്രേക്ക് ചെയ്താൽ 222 ഈ വൈറ്റ് ഡോട്ട് ഉണ്ട്. അത് നിസ്സാരമായിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് അല്ല. അതാണ് അവിടെ വൈറ്റ് ഡോട്ടായിട്ട് തന്നെ ഇട്ട് വെച്ചിരിക്കുന്നത്. വെള്ള കുത്ത് അത് സ്ട്രോങ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് മാക്സിമം പോയാൽ 252 വരെയൊക്കെ പോകും. അല്ല, ആദ്യത്തെ ഏരിയ 241 ആണ്. ഇതൊന്ന് ഈ 141 അവിടെ ഒന്ന് മുട്ടിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അല്ലാതെ നമ്മൾ പിയിൽ റിസ്ക് എടുത്തിട്ട് എൻട്രി എടുത്തിട്ട് ഒരു കാര്യമില്ല. ഏത് നിമിഷവും പി ഒരു ഡംപ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് 180 ഇതിൻ്റെ ഹൈ വരെ, അതായത് 189 വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷകളാണല്ലോ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകണേ. ആ പ്രതീക്ഷയിൽ ഉറച്ചിരിക്കും. പ്രതീക്ഷ പാളിപ്പോയാൽ നേരെ പിയിലെടുക്കും. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതിൻ്റെ ഹൈ എത്ര വരെ പോയിട്ടുണ്ട്? 141 വരെ പോയിട്ടുണ്ട്. പക്ഷെ അത് പോരാ, ഒന്നും കൂടി പി താഴത്തോട്ട് ഇറങ്ങേണ്ടതായിരുന്നു. അപ്പോൾ ഒറ്റയടിക്ക് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടി 148 വരെ പോയാൽ നമ്മുടെ പരിപാടിയൊക്കെ ഈസി ആയിട്ട് കഴിഞ്ഞു പോയേനെ. മഞ്ഞ ലൈനിൽ മുട്ടി. അടുത്തത് 145 145 ഇട്ട് അത് പോകുമ്പോൾ നമ്മുടെ മഞ്ഞ ലൈനാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇനി 142 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 145 ഇട്ട് പോകുള്ളൂ. ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് പി ഫോം ചെയ്താൽ മാത്രമാണ് പിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അതും 207 ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് 220 ഇട്ട് പിയുടെ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇത് വയലറ്റ് ലൈൻ്റെ ചോട്ടില ഒരു റിവേഴ്സലാണ്. ഈ റിവേഴ്സൽ കറക്റ്റായിട്ട് ഇവിടെ നിന്നങ്ങ് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 220 വരെ മാർക്കറ്റ് വരും. നമ്മുടെ മഞ്ഞ ലൈൻ അപ്പുറത്ത് മുട്ടി, മഞ്ഞ ലൈനിൽ മുട്ടിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിജക്ഷനാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു 195 എൻട്രി എടുത്താലും അതത്ര വലിയ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു എൻട്രി അല്ല. കാരണം അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. ലെഫ്റ്റ് സൈഡിൽ 145 ഇട്ട് ക്ലിക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എൻട്രിക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. രണ്ടാമത്തെ കേസ്, ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ആവാതെ ഇവിടെ എൻട്രി താൽക്കാലികമായിട്ട് എടുത്തിട്ട് കാര്യമില്ല. ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഒരു പോയിൻറ്റും കൂടെ ഉള്ളൂ, 186.90. ഓക്കെ, അവിടെ ഏകദേശം 86.90 ലോ വന്നോ? 190 വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ പോരല്ലോ, കുറച്ചും കൂടെ താഴത്തേക്ക് വരണ്ടേ, ഒരു പൊടിക്കും കൂടെ വരണ്ടേ. $145 ബ്രേക്ക് ചെയ്താൽ പിന്നെ പോണത് ഈ ക്യാൻഡിലിൻ്റെ ഹൈ ലോവിലേക്കായിരിക്കും, 148ലേക്കായിരിക്കും. അപ്പം അത് ഏകദേശം ഈ 145 എന്ന് പറഞ്ഞാൽ വാതിൽ തുറന്നു കൊടുത്താൽ മാർക്കറ്റ് മുകളിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ 144.90 അങ്ങനെയൊക്കെ ഒരു ലെവലിലാണ് അത് പോയി നിൽക്കത്തുള്ളൂ. ട്രെൻഡ് കണ്ടിന്യൂഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നോക്കാം. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത മുകളിലോട്ടും ലോ ബ്രേക്ക് ചെയ്ത താഴത്തോട്ടും. പിയിൽ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സൈനായിട്ട് നമുക്കിപ്പോഴും പറയാറായിട്ടില്ല. ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ എന്തായാലും ഞാൻ പിയിലേക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. അതിനിടക്ക് ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഓക്കെ, അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തു, ഇവിടെ 145 ഫില്ല് ചെയ്തു. പക്ഷെ ഇവിടെ 148
മാക്സിമം പോകേണ്ട ഏരിയ. 145 ഇതിൻ്റെ ലോ 148.50. എന്നാലും കുഴപ്പമില്ല. 145 വളരെ സേഫായിട്ടുള്ള സോണാണ്. ഇവിടെ ഗ്യാപ്പും ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഈ ഒരു പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഒപ്പത്തിലുള്ള വോളിയോ കിട്ടത്തുള്ളൂ. അവിടെ ഗ്യാപ്പ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തു. 189 നിന്ന് മാർക്കറ്റ് റിവേഴ്സായിട്ട് പോകണമെങ്കിൽ ഇത്ര ഉള്ളു കാര്യം. നമ്മൾ വെറുതെ ബേജാറായിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ 145 എവിടെ നിന്നുള്ള എൻട്രിയാണ്? 125, 35, 45 20 പോയിൻ്റ് അവിടെയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്ത ആ അറ്റ് എ ടൈമിൽ 190 എന്നുള്ള എൻട്രി 202 പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 21 പോയിൻറ്റ്സ് ഈസി ആയിട്ട് കളക്ട് ചെയ്യുന്ന ആ ഒരു പരിപാടി ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ മുട്ടാതെ നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 207 കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 220 മുട്ടിക്കഴിഞ്ഞാൽ ഈ ട്രേഡും വൈൻഡപ്പ് ആകും. അപ്പോൾ ഇവിടെ 20 പോയിൻ്റ്, ഇവിടെ ഒരു 5 പോയിൻ്റ്, അതായത് ഒരു 199 കയറ്റിയിട്ട് ലോക്ക് ചെയ്തിടാം. ഒന്നെങ്കിൽ അത് 21 പോയിൻറ്റിലേക്ക് എക്സിറ്റ് ആവണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് 220 എത്തണം. നമ്മുടെ ആഗ്രഹം അത്രേ ഉള്ളൂ. ഇതൊരു മോർണിംഗ് സ്റ്റാർ ആണ് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 207 കൂടെ ബ്രേക്ക് ചെയ്ത് പോയാൽ മാർക്കറ്റ് 220 പോകും. ആദ്യത്തെ റിജക്ഷനാണ് ഇവിടെ. മാർക്കറ്റ് കറങ്ങിത്തിരിഞ്ഞ് സിയിലേക്ക് വരും കേട്ടോ. ആ സിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ 125 ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള സ്ഥലം കിടപ്പുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടേ ഇപ്പോൾ ഇവിടെ ഈ ഒരു വൈറ്റ് ഡോട്ടിൽ ആ റെസ്പെക്റ്റ് ചെയ്തതിൻ്റെയാണ് ഈ റിവേഴ്സ് ജസ്റ്റ് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. RSI ഇവിടെ ഈ കൺസോൾട്ടേഷൻ ചെയ്ത സമയം കൊണ്ട് ഇവിടെ എന്ത് ചെയ്ത് താഴത്തോട്ട് കർവ് ആവാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത എൻട്രി ഈ വൈറ്റ് ഡോട്ടിൽ ലോക്ക് ചെയ്ത് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 198 ലോക്ക് ചെയ്ത് വെച്ചത്. അതായത് ഈ വൈറ്റ് ഡോട്ട് 199.24 198 ലോക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ RSI ഇവിടെ കർവ് ആവാനായിട്ട് തയ്യാറൊക്കെ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ പറഞ്ഞു അടുത്തൊരു മാസത്തേക്ക് 21 പോയിൻറ്റ്സ് എടുത്തിട്ടുള്ള പരിപാടിയാണ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാനായിട്ട് നമുക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ ഗ്രീനൊന്നും ഒരു ഗ്രീനല്ല. 145 ബ്രേക്ക് ചെയ്ത് ഒരു നല്ല മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് 171 മാർക്കറ്റ് വരത്തുള്ളൂ. അവിടെ ഈ RSI കർവ് ആവണം. ആ കർവ് ആകുമ്പോഴത്തേക്കും സിയിൽ ഇന്നൊരു 100 പോയിൻ്റ് 120 പോയിൻ്റ് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി, അതായത് 25-100 മാർക്കറ്റിന് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ശക്തിയായിട്ടുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിന് കിട്ടണം. അങ്ങനെ മാർക്കറ്റിന് ശക്തിയായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗണിൽ വന്നിട്ടേ പോവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10-30 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. ഇനി ഒരു ബ്രേക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല, ഒരു മിച്ചം കൂടെ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. 148 എന്നുള്ള ഭാഗം കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. അത് 145 ബ്രേക്ക് ചെയ്താൽ മാത്രമേ പോകത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇവിടെ ഇതൊന്നും ഒരു ഡമ്പായിട്ടൊന്നും നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. 145 ബ്രേക്ക് ചെയ്താൽ 148 അടുത്ത മൂവ്മെൻറ്റ്. ഇവിടെ ഇനി അഗെയിൻ ഇപ്പോൾ നമ്മൾ 190 എന്നുള്ള ആദ്യത്തെ റെസ്പെക്റ്റിലാണ് ആ വലിവ് റിട്ടേൺ എടുത്തത്. അതിലൊരു 8 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പുറത്ത് ഇപ്പോഴും ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു മാർക്കറ്റിലൊരു വ്യത്യാസം വരുന്നത്. ആ ഗ്യാപ്പും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മാർക്കറ്റ് പോണേ. 146, 147, 148, 152 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 3 പോയിൻ്റ് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കറക്ഷൻ വെച്ചത്. കാരണം ഈ ഒരു ക്യാൻഡിൽ ഞാൻ ഫില്ല് ചെയ്തെന്നാണ് വിചാരിച്ചത്, പക്ഷേ എൻ്റെ കണ്ണിൽ പെട്ടില്ല. അത് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാത്ത കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. അത് നേരെ പോയേക്കണത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹയർ ലെവലിലേക്കാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്, റെസിസ്റ്റൻ്റ് ഏരിയയിലേക്ക്. അപ്പം അതും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ പോണത് 172 171 നമ്മൾ ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 145 എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും 145 കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 152 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 171 ഇട്ട് പോകത്തുള്ളൂ. 145 എൻട്രി എടുക്കാം, അല്ലെങ്കിൽ 148 ട്രെയിൽ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ 146 ട്രെയിൽ ചെയ്ത് വെക്കാം. ശേഷം
അത് നെക്സ്റ്റ് ക്യാൻഡിലിൽ ഇപ്പോൾ RSI ഞാൻ പറഞ്ഞു സിയിലേക്ക് ഡൈവർജൻസ് ആയി വരുന്നുണ്ട്, ക്രോസ് ഓവറായി ഈ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 171 വരെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്. 158, 159, $172 വരെ മാർക്കറ്റ് പോകും. അപ്പോൾ മാക്സിമം കയറ്റി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 172 മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപാടി തീർക്കാം. അവിടെ ഒരു റിജക്ഷനാണ്, ഇപ്പോൾ വന്ന് മുട്ടിയ സ്ഥലം ഒരു റിജക്ഷനാണ്. അത് ഇവിടെ 1, 2, 3 ക്യാൻഡിലിൻ്റെ റിജക്ഷനാണ്. അത് ഹൈ വോളിയത്തോടുകൂടി ബ്രേക്കൗട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 172ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഹൈ വോളിയാണ്, അത് നല്ല രീതിയിൽ ബ്രേക്കൗട്ടായിട്ട് 172 വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. 162, 10 പോയിൻറ്റും കൂടെ ഉള്ളൂ. 163 പോട്ടെ. ഇപ്പോൾ എന്താണ് എവിടെ വന്നതെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്കിലാണ് വന്ന് നിൽക്കുന്നത്. 163 ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്കിലാണ് റിജക്ഷൻ ആയിരിക്കണേ. ഞാൻ അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് മുകളിലോട്ട് പോയാൽ മാർക്കറ്റ് 172ലേക്കായിരിക്കും. നമ്മളെന്തായാലും 15 മിനിറ്റ്സിൽ ഹയർ ടൈം ഫ്രെയിമിലേക്കാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മനസ്സിൽ രാവിലെ തൊട്ട് കണ്ടുവെക്കുന്നൊരു ഏരിയ. അവിടെ കിടക്കട്ടെ. ഒരു 150, 145 എടുത്തു, ഒരു 145, 150, 155 ഒക്കെ ലോക്ക് ചെയ്തിട്ട് അവിടെ ഇട്ടേക്കുക. ബാക്കി വന്നെടുത്ത് വെച്ച് കാണാമെന്നുള്ള മൈൻഡിൽ അവിടെ അങ്ങ് വെച്ചേക്കുക. 164 ഒറ്റടിക്ക് പോകുന്നുള്ള പ്രതീക്ഷയും വേണ്ട. ചിലപ്പോൾ അടുത്ത ക്യാൻഡിൽ ഒരു റെഡ് ആയിരിക്കാം. ആ റെഡ് ചിലപ്പോൾ 150ലേക്കൊക്കെ വന്നേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സാധനം 172 ഇവിടം വരെ വീടിൻ്റെ അടുത്ത് വരെ വന്ന സ്ഥിതിക്ക് ഇനി അവിടം വരെ ഇപ്പോൾ ഈ ഒരു വൈറ്റ് ഡോട്ടിലാണ് റെസിസ്റ്റ് ചെയ്തിരിക്കണേ. ആ റെസിസ്റ്റും കൂടെ ബ്രേക്ക് ചെയ്ത് പോയാൽ ഒറ്റടിക്ക് 172. അതായത് പ്രീവിയസ് ആയിട്ട് നമ്മൾ വെച്ചൊരു ടാർഗറ്റിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഇടിച്ച് നിൽക്കുന്നത്. ആ ഹൈ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് 172 ഇട്ട് പോകത്തില്ല. നമ്മൾ ഇന്നലെ വൈകിട്ടത്തെ 3 മണിക്കത്തെ ട്രേഡിൽ വെച്ച ടാർഗറ്റാണ് 164 എന്നുള്ളത്. ആ ടാർഗറ്റിലാണ് മാർക്കറ്റ് ഇടിച്ച് നിൽക്കുന്നത്. അവിടെ നിന്ന് ഇനി ആ ഫസ്റ്റ് റെസ്പെക്റ്റാണ് കണ്ടത്. ആ റെസ്പെക്റ്റും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 172ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അത് അതിനിടയ്ക്ക് റെഡ് ഒക്കെ വരും, അത് വന്നിട്ടായിരിക്കും പിന്നെ പോകണേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരുപാട് ഇൻഡിക്കേറ്റർ ഇട്ടേക്കണതിൻ്റെ കാര്യം അതാ. മാർക്കറ്റ് ഇപ്പോൾ പ്രൈസ് ആക്ഷൻ പഠിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 172 വരാൻ വരെ വെയിറ്റ് ചെയ്യും. 172 ഏകദേശം ഒരു ലൈനൊക്കെ വരച്ചിടും. പക്ഷേ അവിടെ 172 മുട്ടാതെ മാർക്കറ്റ് തിരിച്ചു പോന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു പോകുന്നതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു 3 ഇൻഡിക്കേറ്റർ അഡീഷണലായിട്ട് ഇട്ടേക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാർക്കറ്റ് കണ്ടോ അവിടെ പോയി കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് വന്നിരിക്കണേ. അപ്പോൾ അത് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇന്നലെ 3 മണിക്കത്തെ ട്രേഡിൽ പറഞ്ഞ ലെവൽ അത് ബ്രേക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങാം. അത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 172 ഇട്ട് എടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞു വലിയ റെഡൊക്കെ വരും. അതൊന്നും നമ്മൾ പാനിക്കായി നിന്നിട്ടൊന്നും കാര്യമില്ല. ഇതിൻ്റെ ഹൈ എത്രയാണ്? 164.10. ഓപ്പൺ 164.10 എന്തായാലും അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 172 പര്യവസാനിപ്പിക്കാം. അപ്പോൾ ആദ്യത്തെ ആ ഒരു മൂവ്മെൻ്റാണ് കിട്ടിയത്. എത്ര വരെ കിട്ടിയിട്ടുണ്ട്? ആദ്യത്തെ ട്രേഡ് ഇപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 125 2-3 ട്രേഡിലായിട്ടാണെങ്കിൽ 165 വരെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫൈനൽ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ 172 ആണ്. അത് കറങ്ങിത്തിരിഞ്ഞൊക്കെ വരട്ടെ. നമ്മൾ എടുക്കുന്ന ട്രേഡ് എല്ലാം ഗ്രീൻ ആവണമെന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് എവിടെ നിന്ന് റിജക്ഷൻ ആവും അവിടെ നിന്ന് ഇറങ്ങാനും ഒക്കെ ഉള്ള ഒരു മനോധൈര്യം കൂടെ നമുക്ക് കാണിക്കണം. അതിങ്ങനെ വെറുതെ താഴത്തോട്ട് പോയി ഹോൾഡ് ചെയ്യണതിൽ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഇന്നലത്തെ 3 മണിക്കത്തെ ലൈവ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 166 ആയിരുന്നു. ഇത് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും 172 വരെ പോകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ 165ലാണ് സെക്കൻഡ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇനി 172 ആയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതോടുകൂടി ഇന്നത്തെ പരിപാടി ഏകദേശമൊക്കെ പര്യവസാനിപ്പിക്കാം. സമയം 29 മിനിറ്റ് ആയിട്ടുള്ളൂ. കുഴപ്പമില്ല. 21 പോയിൻ്റ് ഓൾറെഡി നമുക്ക് രാവിലെ കുറച്ചായിട്ട് കിട്ടിയതാണെങ്കിലും നമ്മളതൊന്നും പറയുന്നില്ല. 125 നിന്ന് 165 വരെ
35, 45, 55, 65. പിന്നെ സിയിലും പിയിലൊക്കെ ചെറുത് കിട്ടിയിട്ടൊക്കെ കണക്ക് കൂട്ടിയാലും മൊത്തത്തിൽ നോക്കുമ്പോൾ അതിൽ കൂടുതലുണ്ട്. എന്നാലും നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. 165 വരെയുള്ളത് മാത്രമാണ് താൽക്കാലികമായിട്ട് പറയുന്നുള്ളത്. 40 പോയിന്റ്. പിന്നെ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 148, 145. അതായത് SMA ബ്രേക്ക് ചെയ്ത് പോയി. SMA ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുക്കാനായിട്ട് വരികയാണെങ്കിൽ മാത്രം 148, 145 നമുക്കൊരു പ്ലാനിങ് കൂടെ നടത്താമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ 65 നിന്നുള്ള മൂവ്മെൻറ്റ് മേളിലോട്ട് 172 പോകും. എന്തായാലും 172 നമ്മൾ മുട്ടിയിട്ടാണ് എന്തായാലും വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യത്തുള്ളൂ. 15 മിനിറ്റിൽ ഈ SMA ഹിറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് 172 ഇട്ട് മാർക്കറ്റ് പോകാഞ്ഞ്. SMA കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് മാർക്കറ്റ് 172 വരെ പോകാണ്ട് 65 വരെ പോയതിൻ്റെ റീസൺ. പിന്നെ നമ്മൾ പറഞ്ഞത് രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി 148 145 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം 145 എടുത്താലും അവിടെ ഒരു പോയിൻ്റോ 2 പോയിൻ്റോ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 172 ഇട്ട് പോരും. അവിടെ നിന്ന് ഫാൾ ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 137 133 സഡൻ ഫാൾ വരും. അതായത് നമ്മൾ പറഞ്ഞ 2 എൻട്രി പോസിബിൾ ആയിട്ടുണ്ടായിരുന്ന ഏരിയ, ഒന്ന് 149.21, ഒന്ന് 145.87 ആണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മഞ്ഞ ലൈനിൽ, അതായത് 165 ഇറങ്ങി രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി 145.86 എടുത്തു. അത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടു. ഒന്നെങ്കിൽ അത് കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചു പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 172 പോകണം. അതോടുകൂടി നമ്മുടെ വീഡിയോ ഏതാണ്ടൊക്കെ തീരുമാനമാവും. ഇപ്പോൾ ആ 145 നിന്ന് എടുത്താലും 155 വരെ 10 പോയിൻ്റാണ്. ഈ 10 പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കിട്ടാനുള്ള പോയിൻ്റ് ആയി 165, 65, 5, 70, 7 പോയിൻ്റ്. ഈ 7 പോയിൻ്റ് ഇവിടെ നിന്നുള്ള റിട്ടേണിൽ നിന്ന് ഓൾമോസ്റ്റ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മളുടെ ഓൾമോസ്റ്റ് ഈ ടാർഗറ്റിലേക്കുള്ള പോയിൻ്റ് ആയിട്ടുണ്ട്. 155 കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 172 ഇട്ട് പോകും. അപ്പോൾ അത് ഒരു പോയിൻ്റ് കയറ്റി വെച്ചിട്ടോ ഒക്കെ ലോക്ക് ചെയ്തിട്ടാലും വിഷയമൊന്നുമില്ല. കാരണം ഇവിടെ ഒരു മടക്ക് വരുന്നുണ്ട്. ആ മടക്ക് ഒരു ഇത്തിരി അലർട്ടായിട്ടിരിക്കാനുള്ള മടക്കാണ്. ചീറ്റിങ്ങും ആവാം. എനിവേ നമുക്ക് നോക്കാം. ഇനി 155 ബ്രേക്ക് ചെയ്ത് അങ്ങ് പോകണം, എങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള ഫ്ലോ കിട്ടത്തുള്ളൂ. ഇപ്പം 145 ഈ ഭാഗത്ത് മാക്സിമം കൊടുത്തിട്ട് ഹാഫ് ഓഫ് ദ പോർഷൻ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലും വിഷയമില്ല. ഓരോരുത്തരുടെ ഈ പറഞ്ഞ പോലെ ഓരോ ടേസ്റ്റാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു പോയിൻ്റ് കോസ്റ്റ് ടു കോസ്റ്റ് ഇടുക, ഒന്നെങ്കിൽ അത് ഹിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 148, 145 എടുത്തത് 148, ഒന്നെങ്കിൽ 3 പോയിൻ്റ് കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കുക, മൂലം പ്രോഫിറ്റ് അടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ 172. ഈ രണ്ടിലപ്പുറത്തേക്കൊരു തീരുമാനം ഈ ട്രേഡിൽ എന്തായാലും ഇനിയില്ല. വേണേൽ കുറച്ചും കൂടെ കയറ്റി വെക്കാം. 155 ഇട്ട് വെച്ചാലും നമുക്ക് ഓൾമോസ്റ്റ് 7 പോയിൻ്റ്. അപ്പുറത്ത് കിട്ടേണ്ട പോയിൻ്റ് ഓൾറെഡി ഇപ്പുറത്ത് പ്രോഫിറ്റബിളാണ്. ആ ബ്ലൂ ലൈൻ മാറ്റി വെക്കാം. ഞാൻ ബ്ലൂ ലൈൻ വരച്ചാൽ അവിടെ ഹിറ്റ് ചെയ്യും. ഓക്കെ, ബ്ലൂ ലൈൻ എന്നും എനിക്കൊരു ശാപമാണ്, 1.5 വർഷമായിട്ടുള്ള ശാപമാണ്. ശാപമല്ല, അവിടെ ഹിറ്റ് ചെയ്തിട്ടാണ് ശീലം. അപ്പോൾ അത് മാറ്റിയതാണ്. എങ്ങാനും കയറി പോകണമെങ്കിൽ കയറി പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇട്ടിട്ട് പോകാതിരിക്കണ്ട. 172 ഓൾമോസ്റ്റ് ട്രിഗർ പ്രൈസ് ആയിരുന്നു. കറക്റ്റ് 172.75. ഇപ്പം നമ്മൾ ഒരു മാർക്കറ്റ് പോയി എന്ന് വെച്ചിട്ട് താഴത്തോട്ട് വന്നു എന്ന് വെച്ചിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ഒരു പോയിൻ്റ് പോലും സ്റ്റോപ്പ് ലോസ് പോവാതെയാണ് നമ്മൾ, അതായത് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എൻട്രിയാണ് നമുക്കവിടെ കിട്ടിയത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മെയിൻ പോർഷനൊക്കെ 172-ൽ കൊടുത്തു. ദെൻ നിങ്ങൾക്കൊരു 160-ൽ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടി അവിടെ ഇരിക്കാം. 15 മിനിറ്റ്സ് RSI ഓൾറെഡി അപ്പർ സൈഡിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. മാർക്കറ്റ് പോകാനുള്ളത് 180-ലേക്കൊക്കെ പോകണം. നമ്മൾ കൺവേർട്ട് ചെയ്തു.
എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? 15 മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. അത് ഒന്നെങ്കിൽ അവിടെ ഇറങ്ങുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് 177 വരെ മാർക്കറ്റ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. എൻ്റെ പരിപാടി എന്തായാലും ഞാൻ ചാർട്ടിന് വാക്ക് കൊടുത്ത പോലെ 172-ൽ 172-ൽ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് 172 ആയിരുന്നു 2 മിനിറ്റിൽ. അപ്പോൾ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ ഇവിടെ നിന്നുള്ള എൻട്രിയൊക്കെ 150 145 എന്നൊക്കെ എൻട്രി എടുത്തിട്ട് ഏകദേശം ഒരു 205-ലൊക്കെ കൊടുത്തു. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ എൻട്രി ആണ്. പിയിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഈ ഒരു ക്യാൻഡിൻ്റെ ലോ വന്നു 120 21-ൽ എൻട്രി എടുത്തു. 115 സ്റ്റോപ്പ് ലോസ്, 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയണത് 145. ഇതിൻ്റെ ടാർഗറ്റ് എന്നെ സംബന്ധിച്ച് RSI ക്രോസ് ഓവർ ആവുന്ന വരെ. നേരെ മറിച്ച് ഇത് താഴത്തോട്ട് ഫാളായി എൻ്റെ 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ 211 ബ്രേക്ക് ചെയ്താൽ 212 മുതൽ 220 വരെയുള്ള 8 പോയിൻ്റ് എടുത്തിട്ട് ആ ലോസും കൂടെ റിക്കവർ ചെയ്താൽ ഇന്നത്തെ പരിപാടി ഏകദേശം വൈൻഡപ്പ് 36 മിനിറ്റ്. എല്ലാ വ്യൂസും കൂടെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. പോസാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു വ്യൂവും കൂടെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഫൈനൽ മൂവ്മെൻറ്റ് 120-ൽ നിന്ന് 134 135 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് 139 പക്ഷെ അതിൻ്റെ ഇടക്ക് 135 എന്നുള്ള ഒരു റിജക്ഷൻ ഏരിയ ഇങ്ങനെ നിൽക്കുന്ന കാരണം മാക്സിമം കയറ്റി സ്റ്റോപ്പ് ലോസ് ഇടാം. 140 വരെ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശമൊക്കെ ഒരു തീരുമാനമാവും. അപ്പോൾ ഇപ്പുറത്ത് എന്തായി? 175-ലേക്ക് ഫാളായി. മാർക്കറ്റ് 148-ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 148 പ്രകാരം എന്താണ് അവസ്ഥ? നമ്മൾ നേരത്തെ എടുത്ത സാധനം ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റിലേക്ക് ആയില്ലേ? ആയോ ഷബാഫെ? അപ്പുറത്ത് ലോസ് ആണെങ്കിലും ഇപ്പുറത്ത് പ്രോഫിറ്റ് ആക്കാൻ പറ്റില്ലേ? പറ്റുമോ? അപ്പോൾ എത്ര കിട്ടി? 120-ൽ നിന്ന് 148 വരെ. 120 മുതൽ 148 വരെ 28 പോയിൻ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ട്രേഡും നമ്മുടെ അവസാനിച്ചു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ലൈവ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവർക്കൊക്കെ ലൈവിലേക്ക് വരാം, പഠിക്കാനുള്ളവർക്ക് പഠിക്കാം, ക്ഷമയോടുകൂടി കാത്തിരിക്കാനായിട്ട് പഠിക്കാം, ഡിസിപ്ലിൻ എന്താണെന്ന് പഠിക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ലൈവിലുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ എടുക്കാനോ വിൽക്കാനോ ഒന്നും പറയില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനം കൂടെ എടുത്ത് കഷ്ടപ്പെട്ട് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്.